തമിഴിൽ നിന്ന് ഒരു ത്രില്ലർ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിജോ മോളുടെ ജെന്റിൽ വുമൺ. യൂഷ്വലി നമ്മൾ പറയാ ലേഡീസ് ആൻഡ് ജെന്റിൽ മാൻ എന്നാണ്. അപ്പൊ ജെന്റിൽ വുമൺ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ കണ്ട സിനിമയാണ്. ഈ സിനിമ വന്നിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഈ സിനിമയുടെ ആദ്യത്തെ ഭാഗമൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇല്ലേ, ആ പടം കാണുന്ന ഒരു ഫീല് കിട്ടും. അതേപോലത്തെ സിനിമയുടെ തുടക്കത്തിൽ രാവിലെ ഒരു 6 മണിയാവുന്നു, ലിജോ മോൾ എണീക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, കാപ്പി ഉണ്ടാക്കുന്നു. ആ സമയത്ത് മഞ്ഞൊക്കെ പോണു വീട്ടിന്റെ ഉള്ളിൽ കൂടെ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്റെ കണ്ണടിച്ച് പോയാന്ന്. സോ ഇതിൽ എന്തോ ഡയറക്ടർ ബ്രില്യൻസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല. ഒരു ത്രില്ലർ മോഡ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് കാണിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഭാര്യയുടെ ഒട്ടും സ്നേഹമില്ലാത്ത ഭർത്താവ്, പണിയിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭർത്താവ്, ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഫീലാണ്. പിന്നെ നോക്കുമ്പോ മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കുന്നു, കാലിൽ വന്നിട്ട് മറ്റേ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നു, ടൂർ കൊണ്ടുപോകുന്നു. ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ്, പെർഫെക്റ്റ് വൈഫ്, അതാണ് ആദ്യം കാണുമ്പോൾ തോന്നുക. പിന്നെ അടുപ്പിച്ച് 2 ട്വിസ്റ്റ് ഉണ്ടാവും. ആ 2 നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത സാധനങ്ങളാണ്. അത് 2 പടത്തിന്റെ ജോണർ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഒരു ത്രില്ലർ മോഡിലോട്ട് പടം പോകും. അപ്പൊ അവിടുന്ന് നല്ല രസമായിരുന്നു. അത് വരെ അടിപൊളിയായിരുന്നു കേട്ടോ പടം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സൂപ്പർ തന്നെ ആയിരുന്നു. 2 മണിക്കൂറിന്റെ പടമാണ്. പിന്നീട് അങ്ങോട്ട് വന്നിട്ട് ഈ മറ്റേ ലോകത്തെ ഏറ്റവും പതുക്കെ പോണ മാമൽ അല്ലെങ്കിൽ അനിമൽ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന 3/3 സ്ലോത്തിന്റെ അവസ്ഥയായിരുന്നു. ആ മോഡിലോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ്. പിന്നെ അങ്ങോട്ട് എഴയാണ് പടം. എഴഞ്ഞ് മനുഷ്യനിട്ട് വെറുപ്പിക്കലാണ്. ഇതിൽ ലിജോ മോള് നന്നായിട്ട് പെർഫോം ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ത്രില്ലറിലുള്ള സാധനങ്ങളൊന്നും എനിക്ക് ബേസിക്കലി തോന്നിയില്ല. ലാസ്റ്റ് വന്നിട്ട് ഈ ഹസി ദിൽറൂബയുടെ ഒരു മോഡിലോട്ട് മാറിയിട്ട് ആ ഒരു ക്ലൈമാക്സ് ആണ്. ഹസി ദിൽറൂബയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ആണ്. പല സിനിമയിലും കണ്ട ക്ലൈമാക്സ് തന്നെയാണ്. എനിക്ക് വലിയ ഇഷ്ടമായതൊന്നുമില്ല. ഈ വുമന്റെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സ്, ഇതൊക്കെയാണ് ഈ സിനിമയിലും പറയുന്നത്. ബേസിക്കലി എനിക്ക് ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് സച്ച് തിങ്സ്. നിങ്ങൾ അതിന്റെ ഫാനാണ്, അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണെന്ന് വെച്ചാൽ കണ്ടു നോക്കുക തന്നെ പറയാനുള്ളൂ. സോ കോഫ് പറഞ്ഞിട്ട് ഞാൻ പറയാം, ഹൊറർ സീരീസ് അതിലും ഇതിലും ഓൾമോസ്റ്റ് ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതായത് സ്ത്രീകളുടെ ദുഃഖത്തിന് അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു ആണുങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലുള്ള ആണുങ്ങൾ പറയുമ്പോൾ ആ സീരീസിൽ കാണിക്കുന്ന പോലെ തന്നെ എല്ലാം പെണ്ണുപിടിയന്മാരാണ്. ആണുങ്ങളായിട്ട് 2-3 പേരെ കാണിക്കുന്നുണ്ട്. എല്ലാം കാമപ്രാന്തന്മാരായിട്ടുള്ള ആണുങ്ങളാണ്. ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, അങ്ങേര് ഇവളുടെ വീട്ടിൽ വന്നിട്ട് ക്രിസ്ത്യൻ ചെയ്യാൻ വരികയാണ്, ഭർത്താവിനെ കാണാനില്ല പറഞ്ഞിട്ട്. സർബത്ത് കുടിച്ചിട്ട് സർബത്തിൽ ഐസ് ഇട്ട് തരാൻ പറയുന്നു. അങ്ങനത്തെ വാഴപ്പിണ്ടി പോലീസ് ഓഫീസേഴ്സിനൊക്കെ ഇതിൽ കാണാൻ പറ്റുക. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് സ്ത്രീകളുടെ ഫീലിങ്സ് ആണുങ്ങൾ മനസ്സിലാക്കുന്നില്ല, സ്ത്രീകളുടെ ഇമോഷൻസ് ആളുകൾ മനസ്സിലാക്കുന്നില്ല, അവരും വെറും അടുക്കളയിൽ ഇരിക്കേണ്ട ആൾക്കാരല്ല എന്നൊക്കെ പറയും. വൺസ് ആണുങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കഴപ്പാണ്, ഞരമ്പ് രോഗികളാണ്, കാമഭ്രാന്തന്മാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. സോ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ഒരാണാണ്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ടറായിട്ട് തോന്നിയത്. സോ എനിക്ക് ഈ ഇങ്ങനത്തെ പരട്ട പടങ്ങൾ കണ്ട് വെറുത്തതാണ്. എല്ലാത്തിലും സ്ത്രീകളുടെ ഇമോഷൻസ്, എന്നിട്ട് പറയും ഇക്വാലിറ്റി വേണം, മാങ്ങ വേണം, തേങ്ങ വേണം എന്നൊക്കെ. 2 പേർക്കും ഇമോഷൻസ് ഉണ്ട്. എന്തായാലും ആണുങ്ങൾ ട്രോമയെ കൂടിയും ആണുങ്ങൾക്ക് ഫീലിങ്സ് ഒന്നും ഇല്ലേ, അതൊന്നും ഒരുത്തനും പറയാൻ വയ്യ. സോ സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര വലിപ്പിച്ച് ഈ ലോജിക്ക് ഒന്നും നോക്കാനേ പാടില്ല. ഭയങ്കര ലോജിക് മിസ്റ്റേക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, വേറൊരു പെണ്ണിനെ കയറി പിടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു നട്ടലില്ലാത്ത ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. സ്റ്റിൽ ലിജോ മോൾ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്ന പോലെ അത്രയും ഗംഭീര പടമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സോ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിയമല്ലേ, വുമൻസ് ഫീലിങ്സ്, സ്ത്രീകൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്, സ്ത്രീകൾ കാണേണ്ട സിനിമയാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു. സോ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ളവർ കണ്ടു നോക്കാം. എനിക്ക് ഒട്ടും വർക്കാത്ത പടം ഇത് തന്നെയാണ്. ഈ കോഫ് ആ ഹൊറർ സീരീസിലും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും മറ്റേ ഈ തംസപ്പിന്റെയോ മൗണ്ടൻ ഡ്യൂവിന്റെ അഡ്വർടൈസ്മെന്റ് ഡർക്കെ ആകെ ജീത് ഹെ, അതേപോലെ ഡർക്കെ പീച്ചെ മർദ് ഹെ, സ്ത്രീകളുടെ എല്ലാ ഭയത്തിന് പിന്നിൽ വന്നിട്ട് ഒരു ആണുണ്ടാവും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ സീരീസിലും ഇതിലും കാണിക്കുന്നത്. എന്നാൽ ഇവര് ചെയ്യുന്ന ട്രോമയോ ഇവര് ചെയ്യുന്ന കുറ്റങ്ങൾ അതൊന്നും ഒരുത്തനും കാണിക്കാൻ വയ്യ. നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൽ വരെ അവരുടെ ഫീലിങ്സ് ആരും മനസ്സിലാക്കുന്നില്ല, അവരുടെ ഇമോഷൻസ് ആരും മനസ്സിലാക്കുന്നില്ല. ആണുങ്ങളുടെ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ട്രൈ ഇറ്റ് ഔട്ട്. ആമസോൺ പ്രൈമിലും 10th quarter